ആൻഡ് വെൽക്കം ടു മൈ ചാനൽ സ്റ്റാർ വിത്ത് സോണി. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് ബിഗിനേഴ്സിന് തീർച്ചയായും വേണ്ട മേക്കപ്പ് ബ്രഷസ് എന്തൊക്കെയാണെന്നാണ്. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്നെ കാണുന്നതെങ്കിൽ എന്റെ പേര് സോണി. എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾ നോട്ടിഫൈഡ് ആയിരിക്കും. അപ്പോഴും നമ്മളത് പ്രാക്ടീസ് ചെയ്യുന്നതിന് കൂടെ മാത്രമേ നമുക്ക് അതിൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ അങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തായാലും ഒരു ബ്രഷ് വേണം. തുടക്കമേ ഒരു ഹൈ പ്രൈസി ആയിട്ടുള്ള ഒരു ബ്രഷിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഞാൻ പറയുന്നില്ല. തുടക്കം തന്നെ നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരുപാട് ബ്രഷസ് ഇപ്പം ഓൺലൈൻ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ 400 രൂപയിൽ താഴെയുള്ള ബ്രഷാണ്. ഇതാണ് എന്റെ ബ്രഷ് എന്ന് പറയുന്നത്. അപ്പം ഞാനത് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയപ്പോൾ യൂസ് ചെയ്ത ബ്രഷസ് ആണിത്. അപ്പോൾ ഇതെനിക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരുന്നു. അങ്ങനെ ഇതിൽ പഠിച്ചു. ഇതിൽ തന്നെ ഇപ്പൊ എനിക്ക് എന്താ പറയുക, നല്ല നല്ല ക്രിയേറ്റിവിറ്റികളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് വീഡിയോയിലിട്ട്. അപ്പൊ ഈ മേക്കപ്പ് ബ്രഷിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇത് ഒരു 10 പീസ് മേക്കപ്പ് ബ്രഷ് സെറ്റ് ആണ്. ഒരു 5 പീസ് ഐ മേക്കപ്പ് ബ്രഷും കണ്ടോ, ഐ മേക്കപ്പ് ബ്രഷും ഒരു 5 പീസ് ഫേസ് ബ്രഷും ആണ് ഇത് തരുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഐ മേക്കപ്പ് ബ്രഷിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഐ മേക്കപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും കുറച്ച് ബുദ്ധിമുട്ടുള്ള ഏരിയ ആണ് ഐ മേക്കപ്പ് ബ്രഷ്. അപ്പൊ എനിക്ക് ഞാൻ ഈ ഐ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു ബ്രഷ് കൊണ്ടിട്ടാണ്. ഇത്തിരി ഈ ഒരു കളറൊക്കെ ഉണ്ട്. നെവമായി. അപ്പോൾ ഈ 5 ബ്രഷിന്റെ യൂസസ് ആണ് ഞാനിപ്പോൾ പറയുന്നത്. കണ്ടോ, ഇത് നല്ല സോഫ്റ്റ് ബ്രിസിൽസ് ആണ്, ഭയങ്കര സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആണ്. ബ്രഷ് ആംഗുലർ ബ്രഷ് ആണ്, അതായത് ഇന്നർ കോർണറും ഔട്ടർ കോർണറും നമുക്ക് യൂസ് ചെയ്യാം. ഇന്നർ കോർണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ ആണ് ഇന്നർ കോർണർ. ഔട്ടർ കോർണർ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയ ആണ് ഔട്ടർ കോർണർ. ഈ ഒരു വി ഏരിയ ആണ് ഔട്ടർ കോർണർ. അപ്പോൾ ഇതാണ് ഇന്നർ കോർണറിനും ഔട്ടർ കോർണറിനും പറഞ്ഞാൽ ഒരു ബ്ലെൻഡിങ് ബ്രഷ് ആണ്. ഇതൊരു ബ്ലെൻഡിങ് ബ്രഷ് ആണ്, കണ്ടില്ലേ? അപ്പൊ ഇത് വെച്ചിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്ന ഫുൾ ഹാർഷ് ലൈൻ ഒന്നും ഇല്ലാതെ ബ്ലെൻഡ് ചെയ്യാൻ എടുക്കുന്നത്. സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ ബ്രഷ് ഉപയോഗിക്കുന്നത്. ഇതൊരു ഫ്ലാറ്റ് ബ്രഷ് ആണ്, കണ്ടോ. ഇനി ഈ ബ്രഷ് എന്ന് പറയുന്നത്, അതായത് ഇത് ഇത്തിരി ഫ്ലാറ്റ് ആണ് ഈ ബ്രഷ്. ഈ ഫ്ലാറ്റ് ബ്രഷ് ഉപയോഗിക്കുന്നത് വെച്ചാൽ പാഡിങ് ചെയ്യാനാണ്. എന്ന് വെച്ചാൽ ഞാനിപ്പോ സെന്ററിൽ ഒരു എന്റെ ഡ്രസ്സിന് മാച്ചായിട്ട് ഒരു പിങ്ക് ഷിമറി ഐ ഷാഡോ പാഡ് ചെയ്തിട്ടുണ്ട്. അതായത് അതിന്റെ അതേ എഫക്റ്റ് തന്നെ കിട്ടി. അത് നമുക്ക് അതേപടി ഇങ്ങനെ വെക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ അപ്ലൈ ചെയ്യാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഈ പാഡിങ് ബ്രഷ് യൂസ് ചെയ്യുന്നത്. ഈ ബ്രഷ് ആണ് ഇപ്പൊ നമ്മൾ കണ്ടത്. ഇനി നെക്സ്റ്റ് ഫേസ് ബ്രഷിലോട്ട് കടക്കാം. ഇതൊരു എന്താ പറയാ, ഫ്ലാറ്റ് ബ്രഷ് ആണിത്, കണ്ടോ. ഇനി ഇതാണ് കബൂക്കി ഫൗണ്ടേഷൻ ബ്രഷ്. അതായത് കണ്ടോ, ഇത് നല്ലൊരു റൗണ്ട് ഒരു ഷേപ്പാണ് ഇതിന്, കണ്ടോ. ഇങ്ങനെ ഓവൽ ഷേപ്പാണ് ഇതിന്. നന്നായിട്ട് നമ്മുടെ ഫൗണ്ടേഷൻ ഒക്കെ ബ്ലെൻഡ് ആവും. ഈസി ബ്ലെൻഡ് ആണ് ഇതുകൊണ്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ കോണ്ടോറിനുള്ള ബ്രഷാണിത്. ഇത് വെച്ച് നമുക്ക് നന്നായിട്ട് കോണ്ടോർ ചെയ്യാം. ഈ ഒരു ഏരിയയിലൊക്കെ നോസിനൊക്കെ നോസിന് നമുക്ക് അത് വെച്ചും കോണ്ടോർ ചെയ്യാം കേട്ടോ. നമ്മുടെ ഐ മേക്കപ്പ് ബ്രഷ് വെച്ചും നോസ് കോണ്ടോറൊക്കെ ചെയ്യാം. നോസ് കോണ്ടോർ ചെയ്യുന്ന ബ്രഷാണ്. പിന്നെ ഹൈലൈറ്റും നമുക്ക് അതുകൊണ്ട് ചെയ്യാം. കാരണം ഇതുകൊണ്ടും ഹൈലൈറ്റ് ഒരു ജസ്റ്റ് ചെയ്യാം, എന്നാലും ഒരുപാട് അങ്ങോട്ട് വീഴാതെ സൂക്ഷിക്കണം. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇത് ബ്ലഷ് അപ്ലൈ ചെയ്യാനുള്ള ബ്രഷാണ്. ഇത്തിരി ഈ ഒരു കർവ് കൊണ്ട് ഒരു ഓവൽ ഷേപ്പ് ഉണ്ട്. ഇത് ബ്ലഷ് അപ്ലൈ ചെയ്യുന്ന ബ്രഷാണ്. ആൻഡ് ലാസ്റ്റ് വൺ ഇതെന്ന് പറയുന്നത് നമുക്ക് കോണ്ടോർ ഒക്കെ ചെയ്യാനുള്ള ബ്രഷാണ്. ഇതുകൊണ്ടും നമുക്ക് കോണ്ടോർ ചെയ്യാം, ആൻഡ് ഇതുകൊണ്ടും കോണ്ടോർ ചെയ്യാം. ഇതൊരു ആംഗുലർ ബ്രഷാണ്. അപ്പോൾ ഇതാണ് ഫേസ് ബ്രഷ് 5 എണ്ണം എന്ന് പറയാം. ഇനി അത് കൂടാണ്ട് നമുക്ക് അത്യാവശ്യം വേണ്ട ബ്രഷുകൾ, വേറൊരു ടൈപ്പ് ഓഫ് ബ്രഷ് എന്ന് പറഞ്ഞാൽ ലിപ് ബ്രഷ്. അതിനകത്ത് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. നമുക്ക് ബ്യൂട്ടി ബ്ലെൻഡർ അല്ലെങ്കിൽ സ്പോഞ്ച് ഉണ്ടെങ്കിൽ അത് വളരെ ഹെൽപ്ഫുൾ ആണ്. നമുക്കൊരു ബ്യൂട്ടി ബ്ലെൻഡർ കൊണ്ട് ഇച്ചിരൂടെ സ്പീഡിൽ ചെയ്യാൻ പറ്റും. ബ്രഷിനെക്കാട്ടി കൂടുതൽ ഇച്ചിരൂടെ സ്പീഡിൽ നമുക്ക് ബ്യൂട്ടി ബ്ലെൻഡർ ഉപയോഗിക്കാൻ പറ്റും. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞു ബ്രഷുകളാണ്. കുഞ്ഞു ബ്രഷാണ് അടുത്തത് കാണിക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സസ് ആയിട്ടുള്ള നമ്മുടെ ഐ മേക്കപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ഒരു ഏരിയയിൽ എക്സസ് ഐ ഷാഡോ ഇവിടെ നമുക്ക് വീഴും. ഈ ഒരു ഏരിയയിൽ വീഴും. ആ ഒരു ഏരിയയിൽ എക്സസ് ഐ ഷാഡോസ് തട്ടിക്കളയാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്ന ബ്രഷാണ് ഇത്. ഇതൊരു സെറ്റായിട്ട് വന്നതാണ്. അപ്പൊ ഇത് നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എന്റെ ബ്രോസ് ഒക്കെ ഒന്ന് ഷേപ്പ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ നമുക്ക് കണ്ടോ ബ്രോസ് ഒക്കെ ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് കോംബ് ചെയ്യാനോ ഒന്ന് ഷേപ്പ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ബ്രഷാണ് ഈ ബ്രഷ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു ബ്രോ ഫില്ല് ചെയ്യാനുള്ള ബ്രഷാണ്. ഇത് കണ്ടോ, നമുക്ക് ഐബ്രോ പൗഡർ ഒക്കെ കിട്ടുമ്പോൾ നമുക്ക് അത് എടുത്തിട്ട് ഈ ഒരു ആംഗുലർ ഷേപ്പിൽ നമുക്ക് നന്നായിട്ട് ഇതിനെ ഫില്ല് ചെയ്ത് പോകാൻ പറ്റും. അതാണ് ഈ ബ്രഷ്.
ഈ ബ്രഷ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു നോർമൽ ഒരു ബ്രഷാണ്. ഇത് നമുക്ക് അടിയിൽ, കണ്ണിന്റെ അടിയിൽ നമ്മൾ മുകളിൽ ഉപയോഗിച്ചിരിക്കുന്ന ഐ ഷാഡോ കണ്ണിന്റെ അടിയിൽ നമുക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്യാൻ വേണ്ടി യൂസ്ഫുൾ ആവും. പിന്നെ ഇന്നർ കോർണേഴ്സിനെ ഹൈലൈറ്റ് ചെയ്യാനൊക്കെ നന്നായിട്ട് ഹെൽപ്ഫുൾ ആവുന്ന ഒരു ബ്രഷാണ്. അപ്പോൾ ഇതാണ് നമുക്ക് ബേസിക് ആയിട്ട് ബിഗിനേഴ്സിന് വേണ്ട മേക്കപ്പ് ബ്രഷ് അല്ലെങ്കിൽ മേക്കപ്പ് ടൂൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം എല്ലാ മേക്കപ്പും സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് പഠിക്കാൻ പറ്റും. ഇന്നത്തെ വീഡിയോ ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, താഴെ കമൻറ്റും ചെയ്യുക. പിന്നെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. നെക്സ്റ്റ് വീഡിയോ കാണണമെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ പ്രസ് ചെയ്യണം. ഓക്കെ, സോ ബൈ.